1895 ആനി ബെസന്റ് എഴുതിയെന്ന് കരുതപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബില്ല് അഥവാ സ്വരാജ് ബില്ലിലാണ് ആദ്യമായി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സിവിൽ റൈറ്റ്സ് നൽകണമെന്ന് ആവശ്യപ്പെടുന്നത്. 1925 കാൺപൂരിൽ വെച്ച് നടന്ന നാഷണൽ കൺവെൻഷനിൽ ആനി ബെസന്റ് തന്നെ അവതരിപ്പിച്ച മറ്റൊരു രേഖയും കൂടിയുണ്ട്. അതാണ് കോമൺവെൽത്ത് ഓഫ് ഇന്ത്യ ബില്ല് എന്നറിയപ്പെടുന്നത്. ഇതിലും ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യക്കാർക്ക് നൽകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പിന്നീട് 1928 മോട്ടിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഇന്ത്യയുടെ ഭാവി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന രീതിയിൽ ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒന്നായിരുന്നു നെഹ്റു റിപ്പോർട്ട്. ഈ നെഹ്റു റിപ്പോർട്ടിലും നമുക്ക് ഇതുപോലെയുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ ഒരു ഭാഗം കാണാൻ വേണ്ടി കഴിയും. നമുക്ക് ഇന്ത്യക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രപ്പോസലിൽ ആദ്യമായി ഫണ്ടമെന്റൽ റൈറ്റ്സ് കാണുന്നത് ഈ 1928 നെഹ്റു റിപ്പോർട്ടിലാണ്. പിന്നീട് 1931 കറാച്ചി സെഷനിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ ഭാവി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിരിക്കണം എന്ന് ഒരു റെസൊല്യൂഷനിലൂടെ അഡോപ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ ഒരു കറാച്ചി സെഷൻ്റെ അധ്യക്ഷൻ അന്ന് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന പേരിലാണ് അന്ന് ഈ കറാച്ചി സെഷനിൽ ഈ റെസൊല്യൂഷനിലൂടെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യക്ക് വേണം എന്ന് ഈ ഇന്റർനാഷണൽ കോൺഗ്രസ് റെക്കഗ്നൈസ് ചെയ്യുന്നത്.